ജില്ലാ കളക്ടർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, എങ്ങനെ ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? അതെ, ഇപ്പോൾ അവിടെ നിന്ന് ഓൾറെഡി സ്റ്റാർട്ടായിപ്പോയി. ഏകദേശം 6 മണി അവിടെ നിന്ന് സ്റ്റാർട്ടായിപ്പോയി. നമുക്ക് സമയത്തിൽ ഇവിടെ മൃതദേഹം ഇവിടെ എത്തും. നമുക്ക് ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ചെയ്തിരുന്നു. 4 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 3 പേർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുണ്ട്. അവിടെ കളക്ടറുമായിട്ട് ഞാൻ ഓൾറെഡി സംസാരിച്ചു. അവിടെ ഒരു നല്ല ബെസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ചെയ്യാൻ. ഒരു കുട്ടി കുറച്ച് സ്റ്റേബിൾ ഉണ്ടായിരുന്നു. അത് രാത്രി തന്നെ നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് നമുക്ക് ഷിഫ്റ്റിംഗ് ആയിപ്പോയി. ഈ പരിക്കേറ്റവരെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതിന് അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ട്? അത് നമുക്ക് DMO തലത്തിൽ ഒരു ടീം നിരന്തരമായിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സ്റ്റേബിൾ ആയാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിപ്പോൾ അവിടെ സ്റ്റേബിളാണ്, പക്ഷേ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് 3 പേരും. പൊതുദർശനങ്ങളൊക്കെ എങ്ങനെയാണിത്? പൊതുദർശനമൊക്കെ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്തു. മൃതദേഹം ഇവിടെ അല്പസമയത്തിൽ ഇവിടെ എത്തും. നമുക്ക് ഈ ഒരു വലിയ ദുഃഖം, ഒരു ദുർഘടന ആണ്. കൂടുതൽ ആൾക്കാർ നമുക്ക് പോയി, അതുകൊണ്ട് ഒരു വലിയ ക്രൗഡ് ഇവിടെ ഉണ്ട്. സോ അതനുസരിച്ച് നമുക്ക് 1.5 അവർ സമയം ഇവിടെ നമുക്ക് വെക്കാം പൊതുദർശനം വേണ്ടി. എല്ലാ ആൾക്കാരും പ്രോപ്പറായിട്ട് ഇവിടെ പൊതുദർശനം നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികളെ സംബന്ധിച്ച് വലിയ ഷോക്കായിരിക്കും അവർക്ക് ആ രീതിയിലുള്ള എന്തെങ്കിലും കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇത് ഒരു ഷോക്ക് പോലെയാണ്, നമുക്ക് എല്ലാവർക്കും ഷോക്കിലാണ്. സോ അതും പ്രോപ്പറായിട്ട് കുട്ടീൻ്റെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാ ഡയറക്ഷൻസ് ഓൾറെഡി DMOനെ ഞാൻ കൊടുത്തിരുന്നു. അത് നമുക്ക് കുറച്ച് സെൻസിറ്റീവാണ്, അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം.